നമസ്കാരം, ഞാൻ ആര്യ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ സമ്മർ സ്കിൻ കെയർ 2022 ഫസ്റ്റ് വീഡിയോ ആണ്. ഇതൊരു സിമ്പിൾ ആൻഡ് ബേസിക് ആയിട്ടൊരു സ്കിൻ കെയർ റുട്ടീനാണ് കേട്ടോ. എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബിഗിനേഴ്സിന് കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ്. അപ്പോൾ നിങ്ങളുടെ ഒരു ഫേവറേറ്റ് ഫേസ് വാഷോ ക്ലെൻസറോ എന്ത് വേണേലും എടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഡെർമാവൈവിൻ്റെ ഈ ഒരു ഹൈഡ്ര ക്ലെൻസറാണ്. എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്ന എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടൊരു ക്ലെൻസറാണ് കേട്ടോ. അടുത്തത് ലോറിയലിൻ്റെ ഈ ക്രിസ്റ്റൽ മൈക്രോ എസൻസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ടോണറായിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഇതാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ മാറ്റി യൂസ് ചെയ്യാറുണ്ട്, പക്ഷേ എന്നാലും എനിക്ക് ഇത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇഷ്ടമാവുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ടോണറിന് പകരം യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ടോണർ ഏതാണെന്ന് വെച്ചാൽ എടുക്കാം. അപ്പോൾ ഫസ്റ്റ് ക്ലെൻസർ കഴിഞ്ഞാൽ ടോണറാണ്. ഇതിന് നമുക്ക് സ്കിന്നിനൊരു ഗ്ലോ തരും കേട്ടോ. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിറം. അപ്പോൾ നിങ്ങളുടെ സ്കിൻ കണ്ടീഷൻ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് സിറമാണെന്നുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ റാൻഡമായിട്ട് ഞാനിവിടെ ഒരു മമാഎർത്തിൻ്റെ സിറമാണ് എടുത്തിട്ടുള്ളത്. വിറ്റമിൻ സി അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ടുള്ള ഫേസ് സിറം എടുക്കാം. സ്കിൻ കെയറിൻ്റെ ഒരു ബേസിക് റൂൾ എന്ന് പറയുന്നത് തന്നെ ഇതാണ്. ലൈറ്റർ പ്രോഡക്റ്റ്സ് ആദ്യം യൂസ് ചെയ്യണം. അപ്പോൾ ക്ലെൻസർ കഴിഞ്ഞാൽ ടോണർ, അത് കഴിഞ്ഞിട്ട് ഫേസ് സിറം. ഇനി നമുക്ക് ക്രീംസ് യൂസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഐ ക്രീം പ്രത്യേകിച്ച് സമ്മറിൽ മസ്റ്റാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മമാഎർത്തിൻ്റെ ഈ ഒരു ഐ ക്രീം. ഇത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് റിവ്യൂ ചെയ്തിട്ടുണ്ട്. കുറച്ചധികം നാളായിട്ട് ഞാനിപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നല്ല പ്രോഡക്റ്റാണ്. അപ്പോൾ റിംഗ് ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഐ ഏരിയയിൽ എന്ത് പ്രോഡക്ട്സും അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഐ ക്രീമൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. വളരെ ജെൻറ്റിലായിട്ട് വേണം ചെയ്യേണ്ടത് കേട്ടോ. ഒത്തിരി അങ്ങ് പ്രഷർ കൊടുത്ത് അങ്ങനെയൊന്നും ചെയ്യരുത്. അതുകൊണ്ടാണ് റിംഗ് ഫിംഗേഴ്സ് തന്നെ യൂസ് ചെയ്യണം എന്ന് പറയുന്നത്. അടുത്ത സ്റ്റെപ്പ് മോയ്സ്ചറൈസർ. എൻ്റെ ഫേവറേറ്റ് ന്യൂട്രിഡമിൻ്റെ മോയ്സ്ചറൈസർ. നിങ്ങൾക്കറിയാം, എല്ലാ സീസണിലും ഞാനിത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മോയ്സ്ചറൈസറാണ്. പ്രത്യേകിച്ച് സെൻസിറ്റീവ് സ്കിന്നാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ അപ്വേർഡ് ഡയറക്ഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക. അറ്റ്ലീസ്റ്റ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോഴെങ്കിലും ഫേസിന് ഇങ്ങനെ ഒരു മസാജ് കിട്ടുന്നത് നല്ലതാണ്. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൺസ്ക്രീൻ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫിക്സ് ഡെർമയുടെ ഈ ഒരു സൺസ്ക്രീനാണ്. ഡീറ്റെയിൽഡായിട്ട് ഞാൻ സൺസ്ക്രീനിനെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കൂ. സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോഴും എപ്പോഴും ശ്രദ്ധിക്കുക, ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ. ഒരിക്കലും അങ്ങ് മസാജ് ചെയ്യരുത് മോയ്സ്ചറൈസർ പോലെ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ലാസ്റ്റ് ഞാനൊരു ലിപ് ബാം. അപ്പോൾ ലിപ് ബാം സെലക്ട് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക, SPF ഉള്ള ലിപ് ബാം തന്നെ യൂസ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അതാണ് നമ്മുടെ ലിപ്സിന് കുറച്ചുകൂടി നല്ലത് ഈ ഒരു സമ്മർ സീസണിൽ പ്രത്യേകിച്ചും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ലാക്മിയുടെ ലിപ് ബാമാണ്. എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആൻഡ് ബേസിക് ആയിട്ടുള്ളൊരു സമ്മർ സ്കിൻ കെയർ. എല്ലാവർക്കും ഫോളോ ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.